ഇന്നലയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കൂ വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. काल करे सो आज कर, आज करे सो अब, पल में परलय होएगी, बहुरी करेगा कब कबीरा, बहुरी करेगा कब. ഇപ്പോൾ ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്നതും കബീർ ദാസ്ജിയുടെ ദോഹയിൽ പറഞ്ഞിരിക്കുന്നതും മീനിങ് ഒന്ന് തന്നെയാണ്. ഇന്നലെ എന്താണ് നമ്മൾ അറിഞ്ഞിട്ടില്ല, നാളെ എന്തെന്നാണ് അറിയില്ല, നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അറിയില്ല. ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇന്ന് എന്ത് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കണം. ഇപ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്, അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാഗ്രഹമുണ്ട്, അത് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ മാതാപിതാക്കളുള്ളപ്പോൾ അവരിപ്പോൾ എനിക്ക് തന്നെ ഒരു 50 വയസ്സാവാറായി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 86 വയസ്സായി, അച്ഛനും അമ്മയ്ക്ക് 76 വയസ്സായി. അപ്പോൾ അവരുടെ ഇനിയത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുക. അതിൻ്റെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കല്ലേ. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയും ഇന്നലെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വരെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല പോവാൻ. ആ കാല് ചെറുതായിട്ട് സ്പ്രെയിൻ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ തോന്നി പോവാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ അവരുടെ 54ാമത്തെ ആനിവേഴ്സറിയാണ്. ഇപ്പോൾ കേക്ക് മുറിക്കണം അങ്ങനെയൊന്നും ആഗ്രഹമില്ല. പക്ഷെ നമ്മളായ അവരോടുള്ള കരുതൽ കാണുമ്പോഴേ അവർക്കൊരുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ. ഇപ്പോൾ അമ്മയ്ക്കൊക്കെ എത്ര സന്തോഷമായി ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ മൊമെൻ്റ് അങ്ങനെ നമ്മൾ ചെയ്യണം. അതായത് അവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് നമ്മൾ ചെയ്യുക. ഓരോ കാര്യങ്ങളുണ്ട്, അവർക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അങ്ങനെയല്ല. അവരാഗ്രഹിക്കുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുക. ഓരോ പിറന്നാളുകളായാലും അതുപോലെ ആനിവേഴ്സറികളായാലും അത് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടെ വരാൻ പറ്റണ എല്ലാ മക്കളും കൂടെ വരിക. അപ്പം അതൊക്കെയാണ് ഇനി സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് ഓരോ കാര്യങ്ങൾ തന്നെ കാണുമ്പോൾ ഒരു കല്യാണം പോലെയല്ല, നാളെ നീളേന്ന് പറഞ്ഞ് പോണ പോലെയല്ല. നാളെ എന്ന് പറയുന്ന കാര്യം ആരും കണ്ടിട്ടില്ല. ഇന്നലെ എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയി. ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിനാണ് പ്രസക്തി. അല്ലാണ്ട് ഇനി നാളെ ചെയ്യാതെ നാളെ നമ്മളുണ്ടാവുമെന്ന് ആർക്കറിയാം. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ആനിവേഴ്സറിക്ക് തന്നെ ഞാൻ പോയി. പക്ഷെ അവർക്ക് എൻ്റെ അനിയത്തി അഞ്ജുവിന് വരാൻ പറ്റിയിരുന്നില്ല, അവൾ ഓഫീസിലായിരുന്നു. ഞാനും അപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ, വാട്സപ്പ് കോൾ ചെയ്ത് അഞ്ജുവിനെ കോൾ ചെയ്ത്, അതുപോലെ ചേട്ടൻ ജോലിയിലായിരുന്നു, ചേട്ടനെ കോൾ ചെയ്ത്. അപ്പോൾ എല്ലാവരും ആ മൊമെൻറ്റിൽ പ്രസൻ്റ് ആയിരുന്നില്ലേ. വിർച്വലായാലും ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെല്ലാവരും അടുത്തുണ്ടായിരുന്നു. അതൊക്കെയാണ് സന്തോഷം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്.